ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള കണ്ടോ, എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. ഒരുപാടുണ്ട്. മത്തനും കുമ്പളങ്ങയുണ്ട്. കണ്ടോ, കായ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇല കൊണ്ടുള്ളൊരു തോരൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഒരുപാട് പടർന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ, അതുകൊണ്ട് പച്ചിലത്തോരനൊക്കെ ആണല്ലോ കഴിക്കുക. അപ്പോൾ ഇത്ര ഇലയും ഞാൻ എടുത്തിട്ടുള്ളൂ തോരന് വേണ്ടിയിട്ട്. ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തളിരിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഞാൻ എടുത്തിട്ടുള്ളൊരു മുട്ടയാണ്. കുറച്ച് ഇലയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട എടുത്തത്. നിങ്ങൾ അളവനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടണം. കണ്ടോ, കുഞ്ഞ സോഫ്റ്റ് ആയിട്ടുള്ള തളിരില നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ചെറുതാണ്. ഇതൊരുപാട് വേവൊന്നുമില്ല, കുഴഞ്ഞു പോകും ഒരുപാട് വെന്തിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേവിക്കണം. ഒരു മുട്ട എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണത്. കണ്ടോ, ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് എടുക്കാം. പിന്നെ കുറച്ച് ചെറിയുള്ളിയാണ് ഇതിനാവശ്യം. കുറച്ച് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, കാരണം കുറച്ച് ഇലയുള്ളൂ. അതുകൊണ്ട് കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ധ്യാൻ ദേവ് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകി അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞളും എടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് മഞ്ഞളും വേണം. അപ്പോൾ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. കണ്ടോ, ഒരുപാട് മുട്ട നമുക്ക് ആവശ്യമില്ല. ഇല കണ്ടോ, എത്ര കനത്തിലാണ് അരിഞ്ഞെടുത്തത്. നല്ല നൈസാക്കിയിട്ടില്ല, കാരണം വെന്ത് കുഴഞ്ഞു പോകും. ചെറിയുള്ളി കണ്ടോ, അത്രയും നൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പച്ചമുളക് 3 കഷ്ണമായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കണ്ടോ, ഇലക്കറി വെക്കുമ്പോൾ നമ്മൾ മഞ്ഞൾ ചേർക്കുന്നത് നല്ല ഹെൽത്തിയാണ്. കണ്ടോ, നമുക്ക് ഉപ്പ് പിന്നെ ഞാൻ തോരൻ വെക്കുമ്പോഴാണ് ചേർക്കുന്നത്. കണ്ടോ, കുറഞ്ഞൊരു ഒരു നുള്ള ഉപ്പാണ്, മഞ്ഞളാണ് ചേർത്തത്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇനി കുറച്ച് ചൂടായി വന്നാൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല, ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായി വന്നതിന് മാത്രമാണ് കടുകിടാൻ പറ്റുള്ളൂ, എന്നാലേ ആ ടേസ്റ്റ് വരുള്ളൂ. ചൂടായി വന്നിട്ടുണ്ട്, അപ്പം കടുക് ഇട്ട് കൊടുക്കാം. കണ്ടോ, കടുക് നന്നായി പൊട്ടുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞിട്ടില്ല, പക്ഷെ വറവിൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പിലാണ്. ഇനി ഇതിൻ്റെ കൂടെ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഉള്ളി നന്നായി വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി വഴയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ വേഗം പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടുന്നതാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി സ്ലോ ഫ്ലെയിമിലാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്. കണ്ടോ, കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ മുട്ടയിൽ ഉപ്പ് മഞ്ഞളൊക്കെ ചേർക്കുകയാണെങ്കിൽ ഇതിൽ ചേർക്കണ്ട. കണ്ടോ, നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കണ്ടോ, ഒട്ടും തന്നെ അടിയിൽ പിടിച്ചങ്ങനെ വരാൻ പാടില്ല. നല്ല ഒരുപാട് മൂപ്പിച്ച് കറുത്ത് ചുവന്ന് അങ്ങനത്തെ കളറാവണ്ട. അതിന് മുമ്പേ തന്നെ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇല നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കാം. കണ്ടോ, നന്നായി മിക്സ് ആയിട്ടുണ്ട് ഉള്ളിയായിട്ട്. ഇനി നമുക്ക് നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ട് കോഴിമുട്ട ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വേവൊന്നുമില്ല, കുറച്ച് വേവേ ഉള്ളൂ ഇതിന്. കണ്ടോ, അത്രയല്ല വാടി ഇത്രയായി. കണ്ടോ, ഇനി നമുക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇളക്കണ്ട, കുറച്ചൊരു വേവുണ്ട് കോഴിമുട്ടയ്ക്ക്.
അല്ലെങ്കിൽ നമുക്ക് ആ പച്ച ചോയ വരും, ടേസ്റ്റ് വരും. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്താൽ കുട്ടികൾ കഴിക്കും. അതിൻ്റെ ഒരു ട്രിക്കും കൂടി ഉണ്ട്. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഹലോ, നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ മുട്ടയും ഇതിൻ്റെ ഒക്കെ ഇളവൻ്റെ ഒക്കെ ഇലേൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അത്രയും ഇല ഇത്ര ആയി തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് എടുത്താലേ ഉള്ളൂ നമുക്ക് ഒരു ബൗളിലേക്കൊക്കെ ഉള്ള ഉപ്പേരിക്കുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് മതി. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പോൾ നന്നായി ആ മുട്ടയൊക്കെ ഇതിൽ പിടിച്ച് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് മൂടി വെക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടോ, ഇപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നല്ലൊരു ബൗളിലേക്ക് മാറ്റാം. ഇവിടെ കുഞ്ഞു ബൗളിലേക്കാണ് ആക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റൊക്കെ അറിയിക്കണം. എൻ്റെ എല്ലാ വീഡിയോസും കാണണം. എൻ്റെ കുഞ്ഞു വീഡിയോസാണ് ഇതിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയും നല്ലൊരു വീഡിയോസായി ഞാൻ വരുന്നുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കണ്ടോ, നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ ഇളവൻ്റെ ഇല എന്ന് പറഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ എല്ലാവരും മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ. എനിക്കൊരു കുഞ്ഞു മോനുണ്ട്, LKG പഠിക്കുന്നത്. അവന് ഇതിൽ എഗ്ഗ് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവൻ കഴിക്കും. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് അത് കഴിക്കാൻ എല്ലാ കുട്ടികളും, മുതിർന്നവരായാലും ആ ഒരു കുമ്പളങ്ങൻ്റെ ഇലേൻ്റെ ടേസ്റ്റ് മാത്രമാകുമ്പോൾ എന്തൊരു പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ഉള്ളീൻ്റെ ഈ മുട്ടേൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ നല്ല രുചിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കണ്ടോ, വളരെ ഈസിയാണ്, വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. കണ്ടോ, അപ്പോൾ എല്ലാവരും വീട്ടിൽ കുമ്പളങ്ങൊക്കെ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുത്ത് ഉണ്ടാക്കുക. ഞാൻ മുമ്പ് മത്തൻ്റെ ഇലേൻ്റെ തോരൻ ഉണ്ടാക്കിയിരുന്നു. അതിന് നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ധ്യാൻ ദേവ് എന്നുള്ള ചാനലിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ ഉടനെ എത്തുന്നതാണ്. അതുവരേക്കും ഓക്കെ, ബായ്.